സ്ട്രെസ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതിന് ഒരു ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻ ഒന്നുമില്ല. പക്ഷെ എന്നാലും അതൊരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, കുറയ്ക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 5 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ കാര്യം, പോസ് ആൻഡ് ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ദീർഘശ്വാസം എടുക്കുക. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ ചിന്തകളൊക്കെ വരുമല്ലോ, അതൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊരു ചെറിയ മെൻ്റൽ ബ്രേക്ക് എടുക്കുക. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഒരു നോർമൽ പേസിലേക്ക് വരുന്നത് വരെ ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. ആൻഡ് നൗ നിങ്ങളുടെ സ്ട്രെസ്സിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെ ടാക്കിൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, മൈൻഡ്ഫുൾനെസ്സും നിങ്ങളുടെ സ്ട്രെസ്സും ക്ഷീണവും ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ദാറ്റ് നിങ്ങൾ ഈ ഫ്യൂച്ചറിനെ പറ്റിയും പാസ്റ്റിനെ പറ്റിയും ഒക്കെ ചിന്തിച്ച് വെറി ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. ആൻഡ് മെഡിറ്റേഷൻ നിങ്ങളുടെ സ്ട്രെസ്സിന് കാരണമായ റൂട്ട് കോസ് എന്താണ് എന്ന് കണ്ടെത്താനായിട്ടും സഹായിക്കും. മെഡിറ്റേഷൻ ഈസ് ആക്ച്വലി എ ബ്യൂട്ടിഫുൾ തിങ്. പ്രാക്ടീസ് ഇറ്റ്. നമ്പർ 3, ഫിസിക്കൽ ആക്ടിവിറ്റി. ആക്ച്വലി എക്സസൈസും സ്ട്രെസ് മാനേജ്മെൻറ്റ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടൂളാണ്. എന്ന് കരുതി നിങ്ങൾ കുറേ മണിക്കൂറുകളോളം ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ലെസ് ഇൻറ്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്താൽ മതി. അതിന് തന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എക്സസൈസ് പല രീതിയിൽ ലൈഫിലേക്ക് കൊണ്ടുവരാം. ലൈക്ക് വാക്കിംഗ്, യോഗ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക, സൈക്ലിംഗ്, അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ഡെയിലി ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. ദാറ്റ് ക്യാൻ ഹാവ് എ ഹ്യൂജ് ഇമ്പാക്റ്റ്. നമ്പർ 4, ക്ലീൻ ആൻഡ് ഓർഗനൈസ് യുവർ ഹോം. വീടെപ്പോഴും നിങ്ങളെ റിലാക്സ് ആക്കുന്നതായിരിക്കണം, അല്ലാതെ കൂടുതൽ സ്ട്രെസ്ഡ് ഔട്ട് ആക്കുന്ന കാര്യമാവരുത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ വൈകുന്നേരം വരെ വർക്ക് ചെയ്ത് ക്ഷീണിച്ച് അവശനായി വീട്ടിൽ വന്ന് കയറുമ്പോൾ കാണുന്നത് ഫുള്ളി മെസ്സായി കിടക്കുന്ന റൂമാണ്. എങ്ങനെ ഉണ്ടാവും? സോ നിങ്ങളുടെ റൂമൊക്കെ എപ്പോഴും നീറ്റാക്കി വയ്ക്കുക. സാധനങ്ങളൊക്കെ ശരിക്കും ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക. ബിക്കോസ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാകും. നമ്പർ 5, ഫൈൻഡ് സ്മോൾ വേസ് ടു സേവ് ടൈം ത്രൂ ഔട്ട് ദ ഡേ. നിങ്ങൾ ടു ഡു ലിസ്റ്റിൽ കുറേ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യും, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ സ്ട്രെസ്ഡ് ആകും. സോ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ കുറച്ച് സമയം സേവ് ചെയ്ത് വയ്ക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് തലേ ദിവസം രാത്രി തന്നെ റെഡിയാക്കി വയ്ക്കാം. മനസ്സിലായോ? ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ലോങ് റണ്ണിലേക്ക് നോക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് അതേപോലെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. ബി പ്രാക്ടിക്കൽ. സോ ഇതാണ് 5 സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. സോ സ്ട്രെസ്ഡ് ആകുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മാത്രമല്ല ഇതുള്ളത്, എല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി സ്ട്രെസ്ഡ് ആകുമ്പോൾ ഈ 5 കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, so that's it. Thank you so much for